അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ അറിയാത്തവരായി ആരുമുണ്ടാവില്ല. എന്നാൽ ഒരു ലോക നേതാവ് എന്നതുപോലെ തന്നെ ആഗോളതലത്തിൽ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വൻകിട ബിസിനസ് സംരംഭകൻ കൂടിയാണ് അദ്ദേഹം. റിയൽ എസ്റ്റേറ്റ്, കസിനോകൾ, അങ്ങനെ അനവധി മേഖലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ആഗോള ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തലവനാണ് അങ്ങനെ നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് സാമ്രാജ്യം ഇപ്പോൾ നേതൃത്വം കൊടുത്ത് നോക്കി നടത്തുന്നത് മകളായിട്ടുള്ള ടിഫാനി ട്രംപും അവരുടെ ഭർത്താവായിട്ടുള്ള മൈക്കിൾ ബുലോസും ചേർന്നാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേരള സ്പീക്സ് എന്ന യൂട്യൂബ് ചാനൽ ഇവിടെ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ സംരംഭങ്ങൾ കേരളത്തിലെ ഒരു നഗരത്തിൽ വൻ മുതൽ മുടക്കിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും ശക്തമായി തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, കേരളം എന്ന സംസ്ഥാനം UDF സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ പൊതുകടം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് അതിനു മുമ്പുണ്ടായിരുന്ന നിലവാരത്തേക്കാൾ 4 മടങ്ങ് വർദ്ധിച്ച് ഇപ്പോൾ 6 ലക്ഷം കോടി രൂപയിൽ എത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ സ്വകാര്യ സംരംഭങ്ങളും നിക്ഷേപങ്ങളും കേരളത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഈ കടക്കണിയിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് ഈ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനുള്ള കൃത്യമായ ഒരു കർമ്മ പദ്ധതി ഒരുക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും വ്യവസായ മന്ത്രിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും മുന്നോട്ട് പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള തലസ്ഥാനം തിരുവനന്തപുരമാണെങ്കിലും കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായി അറിയപ്പെടുന്നത് കൊച്ചിയാണ്. റിയൽ എസ്റ്റേറ്റ് അടക്കം ഏറ്റവും അധികം സ്വകാര്യ മുതൽ മുടക്കുള്ള സംരംഭങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഏത് നഗരത്തിലാണ് ഉയർന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ അതും കൊച്ചിയിലാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ IT ഹബ്ബായും കൊച്ചി മാറിയിട്ടുണ്ട്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വൻ വ്യവസായശാലകൾക്ക് അനുവദിക്കാനായി കൊച്ചിയിൽ സ്ഥലമില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പൊതുവിൽ വ്യവസായശാലകൾ അനുവദിക്കുന്നതിനുള്ള ഒരു സ്ഥലപരിമിതി നിലനിൽക്കുന്നത് നമ്മുടെ മുമ്പോട്ടുള്ള പോക്കിന് വലിയ വിഘാതമാണ്. അതിനാൽ തന്നെ സർവീസ് ഇൻഡസ്ട്രിയിലും റിയൽ എസ്റ്റേറ്റിലും കേന്ദ്രീകരിച്ചുകൊണ്ടാകും കേരളത്തിൻ്റെ മുൻപോട്ട് പോക്ക് എന്നതും ഒരു വസ്തുതയാണ്. ഇതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ള ഒരു പോർട്ട് സിറ്റി എന്ന മോഡലിലേക്ക് കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളും VD സതീശൻ നടത്തുന്നുണ്ട്. എന്നാൽ പോർട്ട് സിറ്റി എന്നുള്ള ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാകുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് 10 വർഷക്കാലമെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ അതിനു മുൻപേ തന്നെ കേരളത്തിൽ കൃത്യമായ വികസന കൊതുപ്പൊരുക്കുവാനായി ആഗോളതലത്തിൽ നിന്ന് സംരംഭകരെ കേരളത്തിലേക്ക് ആകർഷിക്കുക എന്നൊരു പോളിസിയാണ് ഇപ്പോൾ UDF സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ വൻകിട സംരംഭമായിട്ടുള്ള ട്രംപ് ടവേഴ്സ് കേരളത്തിൽ കൊച്ചിയിലേക്ക് എത്തുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇത് വെറും ഒരു ഊഹാപോഹമല്ല, കൃത്യമായി ഇതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഓഗസ്റ്റ് മാസം 8-ാം തീയതി US അംബാസിഡർക്കൊപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ മകളുടെ ഭർത്താവായിട്ടുള്ള മൈക്കിൾ ബുലോസ് കേരളത്തിൽ സന്ദർശനം നടത്തിയത്. അദ്ദേഹത്തെ അനുഗമിച്ചത് US അംബാസിഡറായിരുന്നു. കൊച്ചിയിലും ആലപ്പുഴയിലുമായിരുന്നു മൈക്കിൾ ബുലോസിൻ്റെ സന്ദർശനം. ഇത് ഒരു ടൂറിസ്റ്റ് സന്ദർശനമായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നതെങ്കിലും അങ്ങനെയല്ല എന്ന കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും വ്യവസായ മന്ത്രിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിക്കും ഉൾപ്പെടെ ധാരണയുള്ള ഒരു നിക്ഷേപ പദ്ധതിയുടെ മുന്നൊരുക്കങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കേരളത്തിൽ, അതായത് മൈക്കിൾ ബുലോസ് കേരളത്തിൽ എത്തിയതെന്നാണ് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഏത് തരത്തിലുള്ള മുതൽ മുടക്കാണ് മൈക്കിൾ ബുലോസ് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ബിസിനസ് സാമ്രാജ്യം കേരളത്തിൽ നടത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായും റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്. ഇന്ത്യയിൽ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കൃത്യമായ പ്രാതിനിധ്യമുണ്ട്. ആ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ട്രംപ് ടവേഴ്സ് എന്ന അവരുടെ ഒരു കൊമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് സംരംഭത്തിലൂടെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ ട്രംപ് ടവേഴ്സ് ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ ട്രംപ് ടവേഴ്സിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഹൈദരാബാദിൽ നടക്കുകയാണ്. ഇതൊരു ലോക്കൽ കൊളാബറേഷനിലൂടെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്ഥാനങ്ങൾ ലോകമെമ്പാടും നടത്തുന്ന നിക്ഷേപമാണ്, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റ് കൊമേഴ്ഷ്യൽ സ്പേസുകൾ ഉൾപ്പെടുന്ന ഒരു ആഡംബരത്തിൻ്റെ അവസാന വാക്കായിട്ടുള്ള അമ്പരചുംബിയായിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിരിക്കും ട്രംപ് ടവർ എന്ന് പറയുന്നത്. ട്രംപ് ടവറിന് വേണ്ടി ഡൊണാൾഡ് ട്രംപിൻ്റെ ബിസിനസ് സംരംഭങ്ങൾ നേരിട്ട് ഒരു സ്ഥലത്തും മുതൽ മുടക്കാറില്ല. നേരെ മറിച്ച് അവർ ലോക്കൽ പാർട്ട്നേഴ്സിലൂടെയാണ് മുതൽ മുടക്കിനുള്ള പണം കണ്ടെത്തുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ട്രംപ് ടവർ എന്ന ലേബലാണ് അവർ ലോക്കൽ പാർട്ട്ണർക്ക് പകരമായി നൽകുന്നത്. അതുപോലെ തന്നെ ഓരോ ട്രംപ് ടവറിൻ്റെയും ആർക്കിടെക്ചർ ഡിസൈന് മേലിൽ ട്രംപ് സ്ഥാപനങ്ങൾക്ക് കൃത്യമായ ഒരു കൺട്രോളും ഉണ്ടാകും. അങ്ങനെ അവരുടെ ഡിസൈൻ അനുസരിച്ച് അല്ലെങ്കിൽ അവർ കൂടി അംഗീകരിക്കുന്ന ഒരു ഡിസൈൻ അനുസരിച്ചിട്ടുള്ള ഒരു ആഡംബരത്തിൻ്റെ അവസാന വാക്കായിട്ടുള്ള അമ്പരചുംബിയായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ് ട്രംപ് ടവർ എന്ന് പറയുന്നത്.
ഇത്തരത്തിലൊരു കൊമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ കോംപ്ലക്സ് കൊച്ചിയിൽ പടുത്തുയർത്തുവാനാണ് ട്രംപിൻ്റെ ബിസിനസ് സാമ്രാജ്യം ആലോചിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ ഒരു ട്രംപ് ടവർ കേരളത്തിലേക്ക് എത്തിയാൽ അതുകൊണ്ട് എന്താണ് സംസ്ഥാനത്തിന് നേട്ടം എന്നതുകൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ കൃത്യമായ ഒരു സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. ട്രംപ് ടവർ എന്നൊരു സംരംഭം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് എവിടെ പടുത്തുയർത്തപ്പെട്ടാലും അങ്ങോട്ടേക്ക് വൻകിട അമേരിക്കൻ കമ്പനികൾ തങ്ങളുടെ ഓഫീസുകൾ സ്ഥാപിക്കും എന്നതാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും വലിയ മഹിമയെന്ന് പറയുന്നത്. അത്തരത്തിൽ നോക്കിയാൽ ആഗോള ശക്തികളായിട്ടുള്ള അമേരിക്കൻ സംരംഭങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തുമ്പോൾ തീർച്ചയായും അവർ കൊച്ചിയിലെ ട്രംപ് ടവറിലും ഒരു ഓഫീസ് എടുക്കുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് വൻ രീതിയിൽ കൊച്ചിയിലേക്ക് നിക്ഷേപത്തെ ആകർഷിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സുകളിലേക്കും ഇത്തരം വൻകിട സംരംഭങ്ങൾ തങ്ങളുടെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിനായി സ്ഥലം കണ്ടെത്തുകയും പതിവാണ്. ഇത്തരത്തിൽ ട്രംപ് ടവർ കേരളത്തിലെത്തിയാൽ അത് സമാനതകളില്ലാത്ത വികസന കുതിപ്പായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിന് സമ്മാനിക്കുക എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇതിനു വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഒരു സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്താൽ അതിന് ആ സംസ്ഥാന സർക്കാരിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്നത് വൻകിട നിക്ഷേപത്തിലൂടെയും അനവധി തൊഴിലവസരങ്ങളിലൂടെയുമാണ്. ഈ ഒരു കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ ഈ ഒരു പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സന്ദർശിച്ചു എന്ന് പറയപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ട്രംപ് ടവറിന് വേണ്ടി കേരളത്തിൽ മുതൽ മുടക്കുവാൻ പോകുന്ന സ്വകാര്യ സംരംഭകർ ആയിരിക്കുവാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല. വി.ഡി. സതീശനെയും യു.ഡി.എഫ് സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു വൻകിട പദ്ധതി തങ്ങൾ അധികാരത്തിലേറി മാസങ്ങൾക്കകം തന്നെ യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ അവരിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസ്യതയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വർധനവും സൃഷ്ടിച്ചു കൊടുക്കും എന്നതും വസ്തുതയാണ്. ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ മൈക്കിൾ ബുലോസിൻ്റെ സന്ദർശനം എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ രീതിയിലുള്ള വികസന കുതിപ്പിന് സാധ്യതയൊരുക്കുമെന്നും കേരളത്തിലെ യു.ഡി.എഫ് സർക്കാരിൻ്റെ വിശ്വാസ്യതയ്ക്ക് അത് വലിയ രീതിയിൽ തുണയാകുമെന്നും നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് ഒരു ട്രഡീഷണൽ പാറ്റേണുകൾ ഫോളോ ചെയ്തുകൊണ്ട് കേരളത്തിന് ഇനി അധികകാലം മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ ഇത്തരം വൻകിട സംരംഭങ്ങളെ കൃത്യമായി കേരളത്തിലേക്ക് എത്തിക്കുകയും അതുവഴി കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ സുസ്ഥിരമാക്കുകയും ചെയ്താൽ അത് ആത്യന്തികമായി നമ്മുടെ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ മൂല്യവും വലിയ രീതിയിൽ വർദ്ധിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കും. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി മുൻപോട്ട് പോകുന്നത്. കാരണം കൊച്ചി അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയാണ്. കൊച്ചി നഗരത്തെ കേന്ദ്രബിന്ദുവാക്കി നിലനിർത്തിക്കൊണ്ട് കൊച്ചിയുടെ ഉൾപ്രദേശങ്ങളിലേക്ക്, എറണാകുളം ജില്ലയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് കൊച്ചിയിൽ നിന്ന് വളരെ വേഗം എത്താകുന്ന സാറ്റലൈറ്റ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക, അവിടേക്ക് കൃത്യമായ ഗതാഗത സംവിധാനങ്ങൾ സജ്ജമാക്കുക എന്നൊരു പദ്ധതിയും അദ്ദേഹത്തിനുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഏതൊക്കെയാണെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ സംരംഭം കൊച്ചിയിൽ മുതൽ മുടക്കുവാൻ പോകുന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.